പ്രിയ സഹോദരങ്ങളെ, മലങ്കരയുടെ ഐക്യത്തിൻ്റെ പ്രവാചകൻ ദേവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയെക്കുറിച്ചുള്ള ഒരു ധ്യാന പരമ്പര യുവാനിയൻ വഴി എന്ന പേരിൽ മലങ്കര കാതലിക് TV-യിലൂടെ അവതരിപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. ജൂലൈ മാസത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഇന്നു മുതൽ 2022 ജൂലൈ മാസം വരെയുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 12 മണിക്ക് യുവാനിയൻ വഴി എന്ന ധ്യാന പരമ്പര അവതരിപ്പിക്കുന്നതാണ്. സീറോ മലബാർ സഭയിൽ അംഗമായി തൃശ്ശൂർ ഭാഗത്ത് ജനിച്ച സൈമൺ എലുവത്തിങ്കൽ എന്ന വൈദികനാണ് ഈ പ്രഭാഷണ പരമ്പര നടത്തുന്നത്. അദ്ദേഹം ഒഡീഷയിലെ ബരഹാംപൂർ ലത്തീൻ രൂപതയിൽ ഒരു മിഷണറി വൈദികനാവുകയും 22 വർഷക്കാലം ത്യാഗോജ്വലമായ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. 2016 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ജേക്കബ് മാർ ബർണബാസ് പിതാവുമായി പരിചയപ്പെടുകയും മാർ ഇവാനിയോസ് പിതാവിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. അദ്ദേഹം പെരുന്നാട് മുതൽ പട്ടം കത്തീഡ്രലിലുള്ള ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ കബറിങ്കൽ വരെ പദയാത്ര നടത്തുകയും പല ദിവസങ്ങളിലും കബറിങ്കൽ ഇരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനവും വിചിന്തനവും ധ്യാനവുമാണ് 50 എപ്പിസോഡുകളായി യുവാനിയൻ വഴി എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെയും ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവിനെയും ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും 3 വർഷത്തിൽ അധികം ഡൽഹി ഗുഡ്ഗാവ് ഭദ്രാസനത്തിൽ മിഷൻ കോർഡിനേറ്ററായി ത്യാഗോജ്വലമായ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സൈമൺ എലുവത്തിങ്കലച്ചൻ കോവിഡ് രോഗം മൂലം 2020 ഡിസംബർ 12 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അദ്ദേഹം ചെയ്ത സേവനങ്ങളെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാവനാത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്തുകൊണ്ട് യുവാനിയൻ വഴി എന്ന ഈ പരമ്പര ആരംഭിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഞാൻ സൈമൺ എലുവത്തിങ്കൽ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഒരു വലിയ ആരാധകനും പുനരൈക്യമെന്ന ആ ഒരു വലിയ സംഭവത്തിൻ്റെ ആശ്ചര്യത്തോടുകൂടി അതിനെ കാണുകയും പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വൈദികൻ. നിങ്ങളുടെ മുമ്പിൽ ഇവാനിയൻ വഴി എന്ന ആധ്യാത്മിക തീർത്ഥയാത്രയെ പരിചയപ്പെടുത്തുന്നതിനും ആ ഇവാനിയൻ വഴി മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിത വിശുദ്ധിയിൽ അധിഷ്ഠിതമായ ഒരു വലിയ ആധ്യാത്മിക വഴിയാണ്. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും കഴിയുമെങ്കിൽ എല്ലാവരും അഭ്യസിക്കേണ്ടതുമായ വളരെ ലളിതമായ ഒരു വഴിയാണ് എന്ന് നിങ്ങളോട് പറയാനും പരിചയപ്പെടുത്താനും കൂടിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഇവാനിയൻ വഴി എന്ന ഒരു ആധ്യാത്മിക തീർത്ഥയാത്രയെക്കുറിച്ച് ചിന്തകൾ തന്നെ വന്നു എന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാകാം. 2033 ആഗോള സഭ തയ്യാറെടുക്കുന്ന ഒരു സമയമാണിത്. അതിനോടൊപ്പം തന്നെ പുനരൈക്യത്തിൻ്റെ 100ാം വാർഷികത്തിലേക്ക് മലങ്കര സഭ ഒത്തിരി ആഗ്രഹത്തോടുകൂടെ തന്നെ ഒരുക്കുന്ന ഒരു സമയം കൂടിയാണിത്. 2033 വലിയ ജൂബിലിയിലേക്ക് ആഗോള സഭയുടെ ആരംഭത്തിൻ്റെ 2000 ആണ്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഈ അവസരത്തിൽ
നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പോകുന്നതും ധ്യാനിക്കാൻ പോകുന്നതും സഭയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും കുദാശകളെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചുമാണ്. ഈ 2033 കടക്കുന്നതിൻ്റെ 3 വർഷങ്ങൾക്ക് മുമ്പ് 2030 വേറെ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. അതാണ് വചനമായി മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുകയും ആ വചനം ലോകത്തോട് ആദ്യമായിട്ട് പറഞ്ഞ സന്ദേശത്തിൻ്റെ 2000 ആണ്ട് പൂർത്തീകരിക്കുന്ന ഒരു വർഷമാണ് ഈ 2030. നമുക്കെല്ലാവർക്കും അറിയാം, AD 30 ജോർദാൻ നദിയിൽ സ്നാപക യോഹന്നാൻ സ്നാനം സ്വീകരിച്ചതിന് ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് യേശു ഗലീലയിൽ തിരിച്ചെത്തുകയും തൻ്റെ ആദ്യത്തെ പ്രസംഗം തുടങ്ങുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് ആദ്യമായിട്ട് നമ്മൾ യേശുവിൻ്റെ ഈ ലോകത്തോട് പറയുന്ന സന്ദേശത്തെ കേൾക്കുന്നത്. അത് തുടങ്ങുന്നത് ഒരൊറ്റ വാക്കിലാണ്, മാനസാന്തരപ്പെടുവിൻ. അന്ന് മുതൽ ഇന്നു വരെ എന്താണ് മിഷൻ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് യേശുവിൻ്റെ സന്ദേശമെന്ന് ചോദിച്ചാൽ, ഈ ഒറ്റ വാക്കേ നമുക്ക് പറയാനുള്ളൂ, മാനസാന്തരപ്പെടുവിൻ. എന്തിനാ മാനസാന്തരപ്പെടുന്നത്? പുനരൈക്യപ്പെടാൻ, സമീപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന് അഭിമുഖീകരിക്കാൻ, അല്ലെങ്കിൽ അതിന് അഭിമുഖരാകുവാൻ. ഈ 30 വേറൊരു വലിയ സവിശേഷത മലങ്കര സഭയ്ക്കുണ്ട്. 1930 മാർത്തോമാ ക്രിസ്ത്യാനികൾ വീണ്ടും കത്തോലിക്ക സഭയുമായിട്ട് കൂടിച്ചേരുന്ന, അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. അതിനെ നമ്മളെല്ലാവരും പുനരൈക്യ പ്രസ്ഥാനം എന്ന് പറയുന്നു. പുനരൈക്യ പ്രസ്ഥാനം തുടങ്ങുന്നതും, അല്ലെങ്കിൽ പുനരൈക്യ പ്രസ്ഥാനത്തെ ഒറ്റ വാക്കിൽ നിർവചിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് യേശു പറഞ്ഞ ആദ്യത്തെ സന്ദേശം കിട്ടും. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, അഭിമുഖീകരിക്കുവിൻ. പുതിയ ആഭിമുഖ്യങ്ങളെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി, കൂട്ടായ്മയുടെ ഒരു പുതിയ സന്ദേശത്തെ കൊടുക്കുന്നതിനു വേണ്ടി നമുക്ക് വീണ്ടും ഒന്നിച്ചു ചേരാം, അല്ലെങ്കിൽ പരസ്പരം നമുക്ക് അഭിമുഖീകരിക്കാം എന്ന ആ ഒരു വലിയ സന്ദേശത്തെ നമുക്ക് കിട്ടും. ആഗോളസഭ 2030 അതിനുശേഷം 33 കാലുവെക്കുമ്പോൾ ഈ കുഞ്ഞു സഭയ്ക്ക് 90 വർഷങ്ങൾ മാത്രം പ്രായമുള്ള ഈ കുഞ്ഞു സഭയ്ക്ക് ഈ ആഗോള സഭയോട് പറയാൻ ഒരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് പുനരൈക്യം. അതുകൊണ്ട് തന്നെ 2033 തയ്യാറെടുക്കുന്ന ആഗോള സഭയുടെ എല്ലാ മക്കളും പുനരൈക്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് വളരെ അഭികാമ്യമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഈ മാനസാന്തരപ്പെടുവിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം, അല്ലെങ്കിൽ ഗ്രീക്ക് ബൈബിളിൽ യേശു ആദ്യമായിട്ട് ഈ സന്ദേശത്തെ കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് മെറ്റനോയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദം. അതിന് പലതരത്തിലുള്ള അനുവാദങ്ങളുണ്ട്. അതിൽ ഒരു അനുവാദം ഇംഗ്ലീഷിലെ റിപ്പൻറ്റൻസ് എന്ന് ഉപയോഗിക്കുന്നു, പല ഇന്ത്യൻ ഭാഷകളിൽ അതിന് അനുതാപം എന്ന് ഉപയോഗിക്കുന്നു, മലയാളത്തിൽ നമ്മൾ അതിന് മാനസാന്തരം എന്ന് ഉപയോഗിക്കുന്നു. പക്ഷെ മെറ്റനോയുടെ അർത്ഥം നിങ്ങളിൽ പലർക്കും അറിയാൻ കഴിയായിരിക്കും. ഹൃദയത്തിൻ്റെ ഒരു മാറ്റം, മനസ്സിന് വന്നിരിക്കുന്ന അന്തരങ്ങളെ മാറ്റി ഒന്നിപ്പിക്കുന്ന ഒരർത്ഥമാണ് അതിനുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുനരൈക്യത്തിലൂടെ അതിന് വേറൊരു അനുവാദം അല്ലെങ്കിൽ തർജ്ജമ നമുക്ക് കൊടുക്കാൻ കഴിയും. കാരണം മെറ്റനോയ്ക്ക് ഉള്ള അർത്ഥം ഒരു പ്രതീകാത്മകമായിട്ട് കാണിച്ചു തരാൻ പറ്റും. എല്ലാവരും വിമുഖരായിട്ട് നിൽക്കുകയാണ്, പരസ്പരം നോക്കാതെ വിമുഖരായിട്ട് നിൽക്കുന്നു. വിമുഖതയാണ് എല്ലാവരെയും പിടിച്ചിരിക്കുന്ന പാപം. കർത്താവ് തൻ്റെ ആദ്യത്തെ പ്രസംഗം പറയുന്നതിന് വേണ്ടി ഗലീലയിലേക്ക് വന്ന് വളരെ സാധാരണ രീതിയിൽ ഒരുപക്ഷെ കൈ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അഭിമുഖരാകുവേൻ. നിങ്ങൾ എന്തിനാ വിമുഖരായിട്ട് നിൽക്കുന്നത്? നിങ്ങൾ എന്തിനാ പരസ്പരം നോക്കാതെ ഇരിക്കുന്നത്? നിങ്ങൾ അഭിമുഖരാകുവേൻ. അങ്ങനെ പറയുമ്പോൾ
അതിൻ്റെ താഴെ വചനത്തിൻ്റെ ഒരു തേങ്ങലുണ്ട്. അതറിയണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൻ്റെ അവസാനത്തെ വചനം അല്ലെങ്കിൽ സന്ദേശം എന്താണെന്ന് അറിയണം. വളരെ ഭംഗിയായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി വേദനയുള്ള ഒരു സെൻറ്റൻസ് ആയിട്ടാണ് പഴയ നിയമം അവസാനിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ വചനം മലാക്കിയുടെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്കാണ് അവസാനത്തെ വചനം. അതിലിങ്ങനെ പറയുന്നു: അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ വാക്ക് തിരിക്കും. കാരണം അവർ പരസ്പരം നോക്കാതെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്, വിമുഖരായിട്ട് നിൽക്കുകയാണ്. എൻ്റർ ജീസസ്. അവൻ കൈയടിച്ചു പറയുന്നു, അഭിമുഖരാകുവേൻ. വിമുഖതയെ നിങ്ങൾ മാറ്റിക്കളയുവേൻ. അഭിമുഖരായാലല്ലേ പുതിയ ആഭിമുഖ്യങ്ങളെ കിട്ടുകയുള്ളൂ. പുനരൈക്യം അങ്ങനെ അഭിമുഖമാകുന്നതിൻ്റെയും പുതിയ ആഭിമുഖ്യങ്ങളെ സ്വീകരിക്കുന്നതിൻ്റെയും ഒരു വലിയ കഥയാണ്. പുത്തൻകൂർ സമുദായത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്ന പല വിമുഖതകളെയും വളരെ നേർക്കുനേർ കാണാനും നമുക്ക് ധൈര്യത്തോടുകൂടി അഭിമുഖരാവാം, ഒരു വലിയ കൂട്ടായ്മയിലേക്ക് കടന്നു വരാമെന്ന് വളരെ ധൈര്യപൂർവ്വം പറയുകയും കാൽവെക്കുകയും ചെയ്ത വലിയ മനുഷ്യനായിരുന്നു മാർ ഇവാനിയോസ്. ഇവാനിയൻ വഴി പതുക്കെ എൻ്റെ മനസ്സിൽ വളരാനുണ്ടായിരുന്ന ഒരു കാരണം, പുനരൈക്യത്തിൽ അഭിമുഖരാകുന്ന ഒരു ജനത, അവരുടെ ഉള്ളിൽ നൂറ്റാണ്ടുകളോളം, 1-2 വർഷമല്ല, നൂറ്റാണ്ടുകളോളം തളം കെട്ടിക്കിടന്ന വിമുഖതയെ കളയാനും അവരായിരിക്കുന്ന അവസ്ഥയെ അഭിമുഖീകരിക്കാനും അതുവഴി പുതിയ ആഭിമുഖ്യങ്ങളെ സൃഷ്ടിക്കാനും കഴിഞ്ഞ വളരെ സാഹസരായ, മനസ്സിൻ്റെ അന്തരങ്ങളെ മാറ്റിക്കളയാനായിട്ട് പുറത്തേക്ക് വന്ന കുറേ ജനങ്ങൾ, ആ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് വന്ന മാർ ഇവാനിയോസ് പിതാവ്, ആ പിതാവിൻ്റെ ജീവിത വിശുദ്ധി, ആ വിശുദ്ധിയിലൂടെ ഒരു ജനത്തിന് മുഴുവനും പരസ്പരം അഭിമുഖീകരിക്കാനായിട്ട് ആഹ്വാനം ചെയ്ത രീതികൾ, അതെല്ലാം നമ്മൾ പഠന വിധേയങ്ങളാക്കേണ്ടതാണ്. 90 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും വിമുഖതകൾ നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും നമ്മളെല്ലാവരെയും കാർന്നു തിന്നുമ്പോൾ, പുതിയ ആഭിമുഖ്യങ്ങളിലേക്ക് കടന്നു വരാൻ പോലും നമ്മൾ ഭയപ്പെടുമ്പോൾ, മാനസാന്തരത്തിൻ്റെ, പുനരൈക്യത്തിൻ്റെ ആ സന്ദേശത്തിന് വീണ്ടും വിലമതിക്കാനാകാത്ത ഒരു മൂല്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്നാലും ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഇന്ന് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇവാനിയൻ വഴി എന്ന് പറയുന്ന പുതിയ ചിന്തകളിലേക്ക് നമ്മൾ കടക്കുന്നു? 2 കാരണങ്ങൾ പറയാം. ആദ്യത്തെ പറഞ്ഞ കാരണത്തിൻ്റെ അപ്പുറത്ത് വേറെ 2 കാരണങ്ങൾ കൂടി. അതിലൊരു കാരണം, മലങ്കര സഭയിൽ ഇന്ന് പൊന്തി വന്നിരിക്കുന്ന സുവിശേഷ സംഘങ്ങൾ എന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ആധ്യാത്മികതയും കൂടിയാണ്. എന്താണ് സുവിശേഷ സംഘങ്ങളുടെ ആധ്യാത്മികത? അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ള ഒരു ഗ്രൂപ്പ്. പല വിമുഖതകളിൽ നിന്ന്, അത് കുർബാനയോടായിക്കോട്ടെ, സഭയോടായിക്കോട്ടെ, അനുസരണത്തിനായിക്കോട്ടെ, നമ്മൾ എന്തൊക്കെയാണ് സഭാത്മകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വചനാധിഷ്ഠിത ജീവിതം എന്ന് പറയുന്നത്, അതിനോടൊക്കെ വിമുഖത കാണിക്കുന്ന ഒരു തലമുറയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു സഭയുടെ ഉള്ളിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായാൽ പോലും അവർ കാണിക്കുന്ന ധൈര്യം ഞങ്ങൾ അഭിമുഖീകരിക്കും. അത് നോമ്പായിക്കോട്ടെ, ശുദ്ധിയിൽ നിറഞ്ഞ ജീവിതമായിക്കോട്ടെ, സ്നേഹത്തിലേക്കുള്ള ഒരു നോട്ടമായിക്കോട്ടെ, എന്തിന് വിമുഖരായിട്ട് നിൽക്കുന്നു? വിമുഖത നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ സഭയെയും പൗരോഹിത്യത്തെയും ആരാധനയെയും നോമ്പുകാലത്തെയും ഒക്കെ അഭിമുഖീകരിക്കാനും കുടുംബത്തിലുള്ളവരും പരസ്പരം അഭിമുഖീകരിച്ചുകൊണ്ട് കുടുംബത്തിലെ വിമുഖതയെ മാറ്റിക്കളഞ്ഞുകൊണ്ട് സമൂഹത്തിലും സഭയിലും കുടുംബങ്ങളിലൊക്കെ ഒരു പുതിയ ആഭിമുഖ്യങ്ങളെ സൃഷ്ടിക്കുന്ന വളരെ ആഴത്തിൽ വേരോടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഞാൻ ഈ സുവിശേഷ സംഘങ്ങളെ കാണാൻ തുടങ്ങി. സുവിശേഷ സംഘങ്ങളുടെ അന്തർധാരയിൽ, അതിൻ്റെ സ്രോതസ്സിൽ അങ്ങനെയാണെങ്കിൽ ഇവാനിയൻ തിങ്കിങ്ങുകളും പുനരൈക്യത്തിൻ്റെ ആഴത്തിലുള്ള അവബോധങ്ങളുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം വന്ന മിഷൻ ചൈതന്യം എന്ന് പറയുന്ന ഒരു ചിന്ത,
2015 മുതൽ മലങ്കര സഭ മിഷൻ സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ മിഷൻ ജോലി ചെയ്യുന്നതിന് വേണ്ടി പോകുന്നു. ഗുഡ്ഗാവ് ഡയസിസിലൂടെയും പൂന ഡയസിസിലൂടെയും ഒക്കെ മലങ്കര സഭ ഇന്ന് ഒത്തിരി ജനങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. അവരെങ്ങനെ എത്തപ്പെടും? അല്ലെങ്കിൽ ഇന്ന് ആഗോള സഭയ്ക്ക് വേണ്ട ഒരു മിഷൻ ചൈതന്യം എന്താണ്? അത് പുനരൈക്യമല്ലേ? നമ്മുടെ ദേശത്തിനും സഭയ്ക്കും, എന്തിന് പ്രകൃതിക്കും, മഞ്ഞിനോടും അല്ലെങ്കിൽ വെയിലിനോടും മഴയോടും മലകളോടൊക്കെ നമുക്ക് ഇനി വേണ്ടത് പുനരൈക്യമല്ലേ? അങ്ങനെയാണെങ്കിൽ മലങ്കര സഭയുടെ തനതായ ഒരു മിഷൻ ചൈതന്യമാണ് പുനരൈക്യമെന്ന് ഞാൻ മനസ്സിലാക്കാനും അതുവഴി ഒരു പുതിയ മിഷൻ ചൈതന്യത്തെ ഈ ആഗോള സഭയിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയില്ലേ എന്നുള്ള ചില ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അതിനുശേഷം ഈ വലിയ മനുഷ്യനെ പഠിക്കാനും എൻ്റെ നാട്ടിൽ 90 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പരിശുദ്ധാത്മനാൽ പ്രേരിതമായ ഒരു വലിയ സഭയെ തന്നെ സൃഷ്ടിച്ച പുനരൈക്യമെന്ന വലിയ ഒരു സംഭവത്തെ വളരെ എളിമയോടുകൂടി നോക്കിക്കാണാനും പഠിക്കാനും ഒക്കെ ഞാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇവാനിയൻ വഴി എന്നുള്ള ഒരു ചിന്ത എന്നിൽ രൂപീകരിക്കപ്പെടാനും അത് ഒത്തിരി നല്ല മനുഷ്യരാൽ പരിപോഷിക്കപ്പെടാനും പ്രാർത്ഥനയിലൂടെ അത് മറ്റുള്ളവരോടുമായി പങ്കുവയ്ക്കാനുമുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയത്. ഇന്ന് ആ ധൈര്യത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും. ഞാനൊരു മലങ്കരയല്ല കേട്ടോ. ഞാൻ സിറോ മലബാറിൽ ജനിച്ചു വളർന്ന ഒരു തൃശ്ശൂർ രൂപതയിലുള്ള ഒരു അച്ഛനാണ്. പക്ഷെ ഞാൻ വൈദികനായതും അല്ലെങ്കിൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒഡീസയിലുള്ള ബെർഹാംപൂർ രൂപതയിലെ അച്ഛനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ സിറോ മലബാർ സഭയിൽ ജനിക്കുകയും ഇപ്പോൾ ലാറ്റിൻ സഭയിലുള്ള അച്ഛനായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. 2 വർഷമായി എനിക്ക് ഇവാനിയൻ എന്ന് പറയാം, മൂട്ട കടിച്ചിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഇവാനിയൻ ബഗ് എന്നെ സ്പർശിക്കാനും ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ഞാൻ ജനിച്ച നാട്ടിൽ വളർന്ന ഒരു വലിയ ദൈവിക മനുഷ്യൻ, ആ മനുഷ്യനെ ഞാൻ എങ്ങനെ കാണാതെയായിപ്പോയി. ഇഗ്നേഷ്യനെയും അഗസ്റ്റിനെയും വിൻസെൻസിനെയും ഒക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ തിയോളജികൾ പഠിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ നാട്ടിൽ ജീവിച്ച, ഞാൻ ശ്വസിച്ച ഇത്രയും പണ്ഡിതനായ, ഇത്രയും ആധ്യാത്മികത നിറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെ കാണാതായിപ്പോയി? അദ്ദേഹത്തെക്കുറിച്ച് എന്തുകൊണ്ട് സെമിനാറുകളിൽ പഠിപ്പിക്കുന്നില്ല? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി അല്ലേ ഇന്ന് ആഗോള സഭയ്ക്ക് ആവശ്യം എന്നൊക്കെയുള്ള ചില ചിന്തകൾ ആധ്യാത്മിക ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ ധ്യാനങ്ങൾ കൊടുക്കുന്ന മിനിസ്ട്രിയിലൊക്കെ എന്നെ മതിക്കാനും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനും തുടങ്ങി. പിന്നീട് ബർണബാസ് പിതാവിനോടുകൂടെ ഗുഡ്ഗാവ് ഡയസിസിലെ മിഷൻ ജോലികളിൽ അവർ സഹായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ ഡയസിസിനെ മിഷൻ ചൈതന്യത്തിലേക്ക് വളർത്തുന്നതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, പുനരൈക്യമാണ് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സഭയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് ആവശ്യമുള്ള ഒരു വലിയ മിഷൻ ചൈതന്യം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. അതിന് എൻ്റെ ഉള്ളിൽ വന്ന ആഗ്രഹങ്ങളെ ഞാൻ വളർത്തി കബറടക്കത്തിലെ പിതാവിനോട് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അതിൽ നിന്നൊക്കെ വന്ന ഒരു ചിന്തയാണ് ഇവാനിയൻ വഴി. സുദീർഘമായ ഒരു ആത്മയാത്രയാണിത്. 1-2 ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ 1-2 സന്ദേശങ്ങൾ കൊണ്ടോ തീരുന്നു ഒന്നല്ല. പക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും ബന്ധിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ തലങ്ങളെയും കൂട്ടിമുട്ടിക്കുന്ന വളരെ സുവിശേഷാത്മകതയുള്ള ഒരു വഴിയാണ് ഇവാനിയൻ വഴി എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഇവാനിയൻ വഴി ഒരു തീർത്ഥയാത്ര ആയതുകൊണ്ട് തന്നെ അത് ഒറ്റ സന്ദേശത്തിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാണ് എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഇനി വരുന്ന കുറേ പ്രഭാഷണങ്ങളിൽ നമ്മൾ ഇവാനിയൻ വഴിയെ ഒന്ന് പരിചയപ്പെടാം.
ഓക്കെ, അങ്ങനെ പരിചയപ്പെടുന്ന ഇവാനിയൻ പ്രഭാഷണങ്ങൾ 6 ഉണ്ട്. 6 പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ ഇവാനിയൻ വഴിയിലേക്ക് എങ്ങനെ കടക്കാം, അല്ലെങ്കിൽ ഇവാനിയൻ വഴിയുടെ ഇതിനെ മനസ്സിലാക്കുകയും സ്നേഹത്തോടുകൂടെ അതിനെ കാണുകയും ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ചിന്തിക്കാം. ഇവാനിയൻ വഴി എന്ന ധ്യാന ചിന്തകളെ പരിചയപ്പെടുത്തുന്ന ഈ ഭാഗത്തിന് 6 പ്രഭാഷണങ്ങളാണുള്ളത്. ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ അതിനെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്തുന്നു. അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ ഇവാനിയൻ വഴിയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് കേൾക്കാം. അതിനുശേഷം 3 പ്രഭാഷണങ്ങളുണ്ട്. ആ 3 പ്രഭാഷണത്തിലൂടെ ഇവാനിയൻ വഴിയെ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ കൊണ്ടുവരുന്ന ചില സ്രോതസ്സുകൾ, അതിൻ്റെ അന്തർധാരകളെ കുറിച്ച് നമ്മൾ ചെറുതായിട്ട് ധ്യാനിക്കുന്നു. 6ാമത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ഇവാനിയൻ വഴിയുടെ ഘടനയെക്കുറിച്ചും അത് എങ്ങനെ നമ്മൾക്ക് പ്രായോഗിക ജീവിതത്തിൽ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇവാനിയൻ വഴി? എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. മലങ്കര സഭയിലെ പല സ്ഥലങ്ങളിലും ഇവാനിയൻ വഴി എന്ന ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് എന്താണ്? ഇതെന്താണ് ഇങ്ങനൊരു വഴി, ഇവാനിയൻ വഴി എന്തുകൊണ്ടായിക്കൂടാ? ഇവാനിയൻ വഴി 3 കാര്യങ്ങളെ സമന്വയിപ്പിച്ചിട്ട് കൊണ്ടുള്ള ഒരു ആധ്യാത്മിക ദർശനമാണെന്ന് പറയാം. ഒന്ന്, 1930 സംഭവിച്ച പുനരൈക്യ പ്രസ്ഥാനം. അത് ഒരു ജനതയെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരികയും അവർ വളരെ ഭംഗിയായിട്ട് അവരുടെ കത്തീഡ്രൽ പള്ളിയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും വളരുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വളരെ നല്ലൊരു ചിന്തയാണിത്. ഞങ്ങളത് കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ വളരുന്നു. അതിൽ പുറം ഒരു എളിമ, അതാണ് പുനരൈക്യത്തിൻ്റെ എളിമ. കടന്നു വരികയും അതിൽ തന്നെ നിന്നുകൊണ്ട് വളരുകയും ചെയ്യുന്ന ആ പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ദൈവീക മാനങ്ങൾ, അതിൻ്റെ സഭാത്മക മാനങ്ങളല്ല, അതിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവീക മാനങ്ങൾ. പിന്നെ പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന, അതിന് നേതൃത്വം കൊടുത്ത മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജീവിത വിശുദ്ധിയുടെ തലങ്ങൾ, സന്യാസത്തിൽ സ്ഫുടം ചെയ്ത ആ മനസ്സിൽ നിന്നാണ് അത്തരത്തിലുള്ള ധൈര്യമുള്ള ഒരു പുതിയ ആഭിമുഖ്യം സൃഷ്ടിക്കപ്പെട്ടത്. ആ തലങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നു. പിന്നീട് പിതാവിൻ്റെ ആ പുനരൈക്യ ആഹ്വാനത്തിൽ ആകൃഷ്ടരായിട്ട് അതിൽ ചേരാൻ ചേർന്ന പ്രതികൂലവും അനുകൂലവുമായിട്ട് പ്രതികരിച്ച അതിന് ചുറ്റുമുള്ള ഒരു ജനതയുടെ ആത്മസംഘർഷങ്ങളും നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും ഈ ഇവാനിയൻ വഴിയുടെ ഭാഗമാണ്. അപ്പോൾ അതിനൊരു ത്രിമാന ഒരു തലമുണ്ട്. പുനരൈക്യ പ്രസ്ഥാനം എന്ന് പറയുന്ന ദൈവികമായ ഒരു ഇടപെടൽ, മാർ ഇവാനിയോസ് പിതാവ് എന്ന് പറയുന്ന വലിയ ജീവിത വിശുദ്ധിയുള്ള വ്യക്തിയുടെ ആ വിശുദ്ധിയുടെ തലങ്ങൾ, പിതാവിനോട് കൂടെ ചേർന്ന് പുനരൈക്യത്തിൻ്റെ ഭാഗമായ, അതല്ലെങ്കിൽ ആ 28, 29, 30 അങ്ങനെ ഒരു 37 വർഷം വരെയൊക്കെ നിൽക്കുന്ന ആദ്യ സഭ പോലെ രൂപപ്പെട്ട ആദ്യത്തെ മലങ്കര സഭയുടെ പിതാവിനോട് കൂടെ ചേർന്ന ജനങ്ങളുടെ ആത്മനൊമ്പരങ്ങളും സമന്വയിപ്പിക്കുന്ന ഒരു ആത്മീയ ദർശനമാണ് ഇവാനിയൻ വഴി. ഇവാനിയൻ വഴി എന്ന ആധ്യാത്മിക ദർശനം അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതത്തിൽ യേശുവിൽ നമ്മൾക്ക് ലഭിച്ച രക്ഷയുടെ ആനന്ദത്തെ നിലനിർത്താനും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവരുവാനും നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന് മാർഗദർശനം നൽകുന്ന ഒരു വഴിയായിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരാം, എന്താണ് ഈ ആധ്യാത്മിക വഴി? ആധ്യാത്മിക വഴികൾ എന്നും ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു.
യേശുവിൽ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്നത് നമ്മളെല്ലാവരും സ്വീകരിക്കുന്നു. പക്ഷേ നമ്മൾ സ്വീകരിച്ച ഈ രക്ഷയുടെ ആനന്ദത്തെ അതിൻ്റെ പല തലങ്ങളിലേക്ക് വളർത്താൻ വേണ്ടിയിട്ട് സഭാപിതാക്കന്മാർ ഒത്തിരി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ സ്വീകരിച്ച വിശ്വാസത്തെ പല വിധത്തിൽ അവർ വളർത്തി. അതിനായിട്ട് വന്ന രേഖകളെയൊക്കെയാണ് നമ്മൾ ആധ്യാത്മിക മാർഗരേഖകൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ പൗലോസ്ലീഹാണ് ആദ്യത്തെ മാർഗരേഖകൾ കൊടുക്കാൻ തുടങ്ങിയത്. വിശ്വാസത്തിൽ വളർന്ന കൊരിന്ത്യർക്കാർക്കും ഫിലിപ്പോസുകാർക്കും റോമൻകാർക്കും ഒക്കെ എഴുതിയ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അത് ആധ്യാത്മിക ദർശനങ്ങളായിരുന്നു, ആധ്യാത്മിക ദർശന രേഖകളായിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന സഭാപിതാക്കന്മാർ അതിനെ ഒത്തിരി സ്പെഷ്യലൈസ് ചെയ്ത ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ആ ആധ്യാത്മിക വഴിയെ രക്തസാക്ഷിത്വത്തിൻ്റെ വഴി എന്ന് പറഞ്ഞിരുന്നു. ജനങ്ങൾ ദൈവത്തിന് വേണ്ടി മരിക്കാനായിട്ട് ഇറങ്ങി, സിംഹക്കുഴിയിൽ ചെന്ന് പെട്ടു. ഞങ്ങളെ കൊന്നോന്ന് പറഞ്ഞാലും ഒരു പേടിയില്ലാതെ നിൽക്കുന്ന ആ ധൈര്യത്തിൻ്റെ ആ ഒരു വഴി. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പറയും, വാളാൽ ചിറകേന്തി ഉന്നത പദമേറി എന്ന് പറയും. അവർ വാളിൻ്റെ ചിറകിൽ പറന്നു എന്നാണ് പറയുന്നത്. അതൊരു വഴിയായിരുന്നു. പക്ഷെ അതിന് ശേഷം വന്ന കാലങ്ങളിൽ അത് സന്യാസത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെ വഴികളായിട്ട് മാറി. ഈ രക്തസാക്ഷികളുടെ രക്തം വീണ് കുതിർന്ന മണ്ണാണ് വചന സ്വീകാര്യതയെ പോഷിപ്പിക്കുന്ന നിലങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിനുശേഷം വന്ന ഈ സന്യാസത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും വഴികൾ ഈ വിളയെ കാർന്നു തിന്നുന്ന പുഴുക്കളെയും കീടങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്ന ശക്തിവിശേഷങ്ങളായിരുന്നു. ആശ്രമജീവികളായ ആ മനുഷ്യർ പുണ്യാത്മാക്കളെ പോലെ ഒത്തിരി മനുഷ്യരെ ദൈവ നന്മയിലേക്ക് വളർത്തിയിരുന്നു. അതിനുശേഷം വന്ന കാലങ്ങളിൽ 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ കാലങ്ങളിൽ വീണ്ടും ഒത്തിരി ആധ്യാത്മിക വഴികൾ വന്നു. നമ്മളതിന് അഗസ്റ്റീനിയൻ വഴികളെന്നും ബെനഡിക്റ്റൈൻ വഴികളെന്നും ബേസിൽ വഴികളെന്നൊക്കെ പറയും. മാറിവാനിയോസ് ബേസിലിൻ്റെ ആധ്യാത്മിക വഴികളാണ് അദ്ദേഹത്തിൻ്റെ സഭകൾക്ക് മാർഗദർശനങ്ങളായിട്ടൊക്കെ കൊടുക്കുന്നത്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ആധ്യാത്മിക വഴികൾ വന്നപ്പോഴൊക്കെ സഭയിൽ ഒരു അൺഈസിനെസ് ഉണ്ടായിരുന്നു. ആ അൺഈസിനെസ്സിനെ, അസ്വസ്ഥതകളെ എങ്ങനെ തരണം ചെയ്യാം എന്ന് കാണിക്കാനായിരുന്നു അവർ ഈ ചിന്തകളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. മധ്യയുഗത്തിൽ സഭ അതിൻ്റെ മ്ലേച്ഛതയുടെ അടിത്തട്ട് കണ്ടു എന്ന് പറയുന്ന ഒരു സമയത്ത് കാർമലീത്ത വഴികൾ സഭയെ മാർഗദർശനങ്ങളായിട്ട് വന്നു. ആവിലായിൽ അമ്മത്രേസ്യയും കുരിശിൻ്റെ യോഹന്നാനും ഒക്കെ കാണിച്ചു കൊടുത്ത വഴികൾ ഇന്നും ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ ഒത്തിരി ജനകീയമായ, അല്ലെങ്കിൽ എല്ലാവരും വളരെ ആഗ്രഹത്തോടു കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ആധ്യാത്മിക വഴികളാണ്. അതിനുശേഷം പ്രൊട്ടസ്റ്റന്റിനിസം വന്നപ്പോൾ സഭയിൽ അനുസരണയില്ലായ്മ അതിൻ്റെ വലിയൊരു സുനാമി പോലെ വന്നപ്പോൾ അതിനെയൊക്കെ പിടിച്ചു നിർത്താനായിട്ട് ഇഗ്നേഷ്യൻ വഴി വന്നു, ഫ്രാൻസേലിയൻസ് വഴി വന്നു, വിൻസെൻഷ്യൻ വഴി വന്നു. സഭ എന്നൊക്കെ അതിൻ്റെ മ്ലേച്ഛതകളിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയപ്പോഴൊക്കെ വളരെ വിശുദ്ധിയുള്ള മനുഷ്യരെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇടപെടലാൽ വളർത്തിക്കൊണ്ടുവരികയും അന്നുണ്ടായിരുന്ന ജനങ്ങൾക്ക് വീണ്ടും തിരിച്ചുവരവിൻ്റെ, പുനരൈക്യത്തിൻ്റെ, ദൈവിക അനുഭവത്തിൻ്റെ, ദൈവസമ്പാദനത്തിൻ്റെ പുതിയ തലങ്ങളെ തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വഴിയാണ് ഇവാനിയൻ വഴി. അതിന് നമ്മൾ ഇവാനിയൻ വഴി രൂപീകരിക്കപ്പെട്ട ചരിത്ര പശ്ചാത്തലം, വിദൂര ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇവാനിയൻ വഴി എവിടെയാണ് തുടങ്ങുന്നത്? പലപ്പോഴും നമ്മളത് ബാബ കക്ഷി, മെത്രാൻ കക്ഷി എന്ന് പറയുന്ന ആ ഒരു പുത്തൻകൂർ സമുദായത്തിൽ വന്ന ഒരു കലഹത്തിൽ നിന്നോ ഒരു മതാന്തരത്തിൽ നിന്നൊക്കെ വന്നതാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമുക്ക് അല്പം കൂടി വിശാലമായിട്ട് ചിന്തിക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം എന്ന് പറയുന്ന ഒരു സമയം, അത് ഇത്രയും കലുഷിതമായ, അല്ലെങ്കിൽ ഇത്രയും ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു സമയമായിരുന്നു.
ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ അല്ലെങ്കിൽ 1900 എന്ന് പറയുന്ന അതിലാണ് ഈ പെന്തക്കോസ്റ്റ് സഭകളുടെയൊക്കെ ഈ ഒരു ആവിർഭാവം സഭയിൽ സംഭവിക്കുന്നത്. അതിനുശേഷം വന്ന ഒരു 25-30 വർഷക്കാലങ്ങൾ സഭയുടെ എല്ലാ ചിന്തകളെയും പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അതിൽ 3 വലിയ തത്വചിന്തകരെ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ ഫ്രെഡറിക് നീഷെ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ശൂന്യതാവാദം, നിഹിലിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിലൂടെ അദ്ദേഹം എഴുതും, ദൈവം മരിച്ചു, പള്ളികളെല്ലാം ദൈവത്തിൻ്റെ ശവകുടീരങ്ങളായി എന്ന് പറയും. എല്ലാ വിശ്വാസത്തെയും അദ്ദേഹം ചോദ്യം ചെയ്യും. അതേ സമയത്ത് തന്നെയാണ് കാറൽ മാർക്സിൻ്റെ കമ്മ്യൂണിസ ചിന്തകൾ കത്തിപ്പടരുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ കമ്മ്യൂണിസം സ്പർശിക്കാത്ത ഏത് തലങ്ങളാണുള്ളത്? 1917 ഒക്ടോബർ വിപ്ലവം ലോകത്തെ തന്നെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു. ദൈവമില്ലായ്മയിലൂടെ കൂട്ടായ്മയെ സൃഷ്ടിക്കാമെന്ന് പറയുന്ന കടങ്കഥകൾ പറഞ്ഞു കൊടുത്തിരുന്ന കാലം. അത് സ്പർശിക്കാത്തവരാരായിരുന്നു? ആ കാലത്ത് തന്നെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ എല്ലാ ദൈവസമ്പാദനങ്ങളും ദൈവചിന്തകളും ഒക്കെ മാനസിക വിഭ്രാന്തികളാണെന്നും മനസ്സിൻ്റെ ചിന്തകൾ മാത്രമാണെന്നും ഒക്കെ വിശകലനം ചെയ്യുന്നത്. തത്വചിന്തകരായിട്ട് ദൈവമില്ല എന്ന് പറയുകയും ഈ ലോകത്തിൽ ദൈവമില്ലാതെ കൂട്ടായ്മകൾ സൃഷ്ടിക്കാം എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിൻ്റെ ചിന്തകളും മനഃശാസ്ത്രപരമായിട്ട് ദൈവസമ്പാദനങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിലാണ് പുനരൈക്യം നടന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ മുഖ്യ ചിന്തകൾ? അനുസരണമില്ലായ്മ, സഭാത്മകത ആവശ്യമില്ല എന്നുള്ള ചിന്ത, ദൈവസമ്പാദനവും സന്യാസവും ആരാധനയും പ്രാർത്ഥനകളൊക്കെ മാനസിക വിഭ്രാന്തികളാണെന്ന് കാട്ടിക്കൂട്ടുന്ന ചില ചിന്തകൾ. ഇന്ന് വാട്സപ്പും അല്ലെങ്കിൽ മറ്റു പല നൂതന മാധ്യമങ്ങൾ ഉണ്ടായിരുന്ന പോലെ അന്നുണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്നെങ്കിൽ ഈ ചിന്തകൾ നിറഞ്ഞു നിന്നേനെ അതിലൊക്കെ. നമ്മൾ ഇനി പുത്തുംകൂർ സമുദായത്തിലേക്ക് തിരിച്ചു വരാം. ആഗോള സഭയിൽ അല്ലെങ്കിൽ ലോകത്തിൽ നടമാടിക്കൊണ്ടിരുന്ന താത്വികമായ ചിന്തകളുടെയും അല്ലെങ്കിൽ കമ്മ്യൂണിസം പോലെയുള്ള ചിന്തകളുടെയും മനഃശാസ്ത്രപരമായ ചിന്തകളുടെയും ഒക്കെ ഒരു നേർക്കാഴ്ച നമുക്ക് പുത്തൻകൂർ സമുദായത്തിൽ കാണാൻ കഴിയുന്നില്ലേ? അനുസരണമില്ലായ്മയും ദൈവത്തെ അനുസരിക്കാതെ ഒന്നിച്ചു വരാൻ നോക്കുന്ന പല ഉപജാപങ്ങളുടെയും ദൈവത്തിന് അനുസരിക്കുന്നു എന്ന് പറയുകയും ദൈവസമ്പാദനത്തിന് എതിരെ നിൽക്കുന്ന കർമ്മങ്ങളിലൂടെ കടന്നു പോകുകയും ചെയ്യുന്ന വളരെ കലുഷിതമായ ഒരു അവസ്ഥ പുത്തൻകൂർ സമുദായത്തിൽ അന്ന് നിലനിന്നിരുന്നു. ആ കാലഘട്ടത്തിൽ സഭയ്ക്ക് വെളിച്ചമേകാൻ പരിശുദ്ധാത്മാവ് വളരെ ആളുകൾക്ക് പ്രേരണ നൽകുകയും അവരെയൊക്കെ വിവിധങ്ങളായ ആധ്യാത്മിക മാർഗങ്ങളിലൂടെ സഭയിലെ എല്ലാവരെയും സഹായിക്കാനായിട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. കരുണക്കൊന്ത അങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തലാണ് 1935. കരുണക്കൊന്തയുടെ വെളിപ്പെടുത്തലിന് 5 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൻ്റെ ഈ ഒരു കൊച്ചു സ്ഥലത്ത് പുനരൈക്യം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നടന്നിരിക്കുന്നത്. നമ്മൾ അതിനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുകളായിട്ട് കാണാൻ കഴിയണം. അങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ നടക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന ചിന്ത എന്താണ്? അവിടെ നിന്നാണ് ഇവാനിയൻ വഴി എവിടെ തുടങ്ങുന്നു? അങ്ങനെ ഒരു ശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ ആഗോള സഭയുടെ മൊത്തത്തിലുള്ള ഒരു ശുദ്ധീകരണത്തിൻ്റെ ചില കാര്യങ്ങൾ പുനരൈക്യത്തിലൂടെ മാർ ഇവാനിയോസ് പിതാവിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ന്യായമായിട്ടും ചോദിക്കാം. അതിൻ്റെ ആ ഒരു ഉത്തരത്തിൽ നിന്നാണ് ഇവാനിയൻ വഴി തുടങ്ങുന്നത്. മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ ജീവിത കഥ എഴുതിയിട്ടുണ്ട്. ഗിരിദീപം എന്ന് പറയുന്ന ഒരു പുസ്തകമാണത്. 1928 പിതാവ് ആ പുസ്തകം എഴുതുന്നത്. ആ പുസ്തകത്തിൽ തൻ്റെ മനസ്സിനെ തുറന്നു വെച്ചുകൊണ്ട് അതിൻ്റെ ആമുഖമായിട്ട് പിതാവ് ഒരു കാര്യം പറയുന്നു.
മലങ്കര സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുവാനും മണക്കുവാനും ഈ അനുഭവങ്ങൾ നമ്മെ സഹായിച്ചു. ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അന്നത്തെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന സഭയിൽ നടമാടിക്കൊണ്ടിരുന്ന ഒരു അസ്വസ്ഥതകളായിരുന്നു. അതെന്തൊക്കെയായിരുന്നു എന്നൊക്കെ പിന്നീട് നമ്മൾക്ക് കാണാം. പക്ഷെ പിതാവ് തൻ്റെ സന്യാസത്തിലേക്ക് പാദം വെക്കുന്നതിന് മുമ്പ് പറയുകയാണ്, സഭയെ അടുത്തറിഞ്ഞപ്പോൾ സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ ഞാൻ കാണുകയും മണക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ദൈവത്തെ അറിയുന്നതിനുള്ള സോപാനങ്ങളായിട്ടത്രേ നാം പരിഗണിച്ചിരിക്കുന്നത്. പിതാവ് വളരെ ആത്മപ്രേരിതനായിട്ട് വളരെ സരളമായിട്ട് നമ്മുടെ മുമ്പിൽ തുറക്കുന്ന ആ ഒരു കാര്യം, അത് മലങ്കര സഭ എന്ന് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്കത് വേണമെങ്കിൽ പ്രതീകാത്മകമായിട്ട് കാണാം. ആഗോള സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത, കുടുംബങ്ങളുടെ, സ്ഥാപനങ്ങളുടെ, വ്യക്തികളുടെ, ഒരു ദേശത്തിന്റെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലൈക്ക് അടിക്കുമോ? ട്രോൾ ഇടുമോ? അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് തോണ്ടിയെടുത്ത് വേറൊരുത്തിന് അയച്ചു കൊടുക്കുമോ? പുതിയ ആഭിമുഖ്യങ്ങളാണ് നമുക്ക് ആവശ്യം. നമ്മൾ സഭയെ അറിയുമ്പോഴും അല്ലെങ്കിൽ സമുദായത്തെ അറിയുമ്പോഴും നമ്മുടെ തന്നെ സുഹൃത്തിനെ അറിയുമ്പോഴും അവർക്കൊക്കെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണാനും മണക്കാനും നമുക്ക് കഴിയും. ഇന്നത്തെ സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ റിയാലിറ്റി ഷോകളുടെ ഉത്സവങ്ങളാക്കി മാറ്റുമ്പോൾ, നമ്മളുടെ സന്ധികൾ മുഴുവൻ അതിന്റെ വലിയ ഉത്സവങ്ങളാക്കി മാറ്റുമ്പോൾ അത് പുതിയ ആഭിമുഖ്യങ്ങളൊന്നുമല്ല. സഭ എന്നും ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്തരം അവസ്ഥകളെ ദൈവത്തെ അറിയുന്നതിനുള്ള, സുഹൃത്തിനെ അറിയുന്നതിനുള്ള, ഒരു ദേശത്തെ, സമൂഹത്തെ, സ്ഥാപനത്തെ അറിയുന്നതിനുള്ള സോപാനങ്ങളാക്കി മാറ്റണം. അതിലാണ് ആർജവം, അതിനാണ് സർഗാത്മകത എന്ന് പറയുന്നത്, ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിലൂടെ ഇതെല്ലാം കോന്തിയെടുത്ത് മണത്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നത് പുതിയ ആഭിമുഖ്യങ്ങളാണോ? പുതിയ ആഭിമുഖ്യങ്ങളല്ല. പക്ഷെ പുനരൈക്യത്തിന്റെ തുടക്കങ്ങളിൽ ഒരു സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത അത് കാണുകയും മണക്കുകയും ചെയ്തപ്പോൾ എന്റെ ജീവിത വിശുദ്ധിയുടെ കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും ദൈവം എന്നെ ഈ മ്ലേച്ഛതകളെ സ്വാംശീകരിക്കാനും ശുദ്ധീകരിക്കാനും വിളിച്ചിരിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നിടത്തല്ലേ പുതിയ ആഭിമുഖ്യങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ തന്റെ ജീവിതത്തിന്റെ ശുദ്ധിയാൽ അതിന് ഒരു നീക്കുപോക്ക് കൊണ്ടുവരാം എന്ന് ആഗ്രഹിക്കുമ്പോഴല്ലേ സുവിശേഷ സംഘങ്ങൾ ജനിക്കുന്നത്. അതിൽ നമുക്ക് എല്ലാവർക്കും ട്രോളുകളും ലൈക്കുകളും അടിച്ചിരിക്കാം. പക്ഷെ ഒരു പിതാവ് അങ്ങനെ ചെയ്തില്ല. പക്ഷെ പിതാവ് വളരെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുന്നു. സഭയുടെ അടിയിൽ മ്ലേച്ഛതകൾ ഊറിക്കിടക്കുന്നുണ്ട്, അത് നമുക്ക് കാണുകയും മണക്കുകയും ചെയ്യാം. മലങ്കര സഭയുടെ ഭിന്നിപ്പിലൂടെ ഉരുതിരിഞ്ഞൊരു പ്രതിഭാസമാണത്. അതൊരു സമൂഹത്തിന്റെ മാത്രം പ്രോബ്ലം അല്ല. അതല്ലേ ആധുനിക സഭയിലും അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ഈ ലോകത്തെ മുഴുവൻ പിടിച്ചിരുന്നത്. മ്ലേച്ഛതകൾ എന്നൊക്കെ ഊറിക്കിടന്നോ അന്നൊക്കെ സഭ നശിക്കാൻ തുടങ്ങിയിരുന്നു. അന്നൊക്കെ വിമുഖതകള് കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും സഭകളെയും പൗരോഹിത്യത്തെയും സന്യാസത്തെയും ഒക്കെ കാർന്നു തിന്നിരുന്നു. ഇന്ന് നമുക്ക് സഭയുടെ അടിയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതികളെ അല്ലെങ്കിൽ ആരാധനകളെ, പ്രാർത്ഥനകളെ പലതരത്തിലെ ട്രോളുകളിലൂടെ സംസാരിക്കാൻ കഴിയും. മ്ലേച്ഛതകൾ എന്നുമുണ്ട്, എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. അത് കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ആ പ്രതികരിക്കുന്ന രീതികൾ നമ്മുടെ ആത്മാവിനെയും ആധ്യാത്മിക ജീവിതത്തെയും നമ്മൾ ഏത് ലോകത്തിലാണോ ആയിരിക്കുന്നത് അതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. പിതാവ് പുതുങ്കൂർ സമുദായത്തിലെ കലഹങ്ങളെ കണ്ടപ്പോൾ ആ സമുദായത്തിന്റെ ശരീരം കീറിയും മുറിഞ്ഞും ഇരിക്കുകയാണെന്ന് കണ്ടപ്പോൾ അതൊക്കെ യേശുവിന്റെ ശരീരത്തിലെ മുറിവുകളായിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ പ്രതികരിക്കാൻ ശ്രമിച്ചു. ഇവാനിയൻ വഴി അവിടെ തുടങ്ങുന്നു. വലിയ പുണ്യത്തിലൊന്നുമല്ല, അതല്ലെങ്കിൽ നിങ്ങൾ പാപിയാണ് എന്ന് പറയുന്ന ഒരു പേടിപ്പിക്കുന്ന തരത്തിലും അല്ല. കുറെ നല്ല മനുഷ്യർ,
കുറെ നല്ല മനുഷ്യർ തങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ പ്രതികരിക്കാൻ ശ്രമിച്ചു. അത് പുനരൈക്യത്തിൽ ചെന്നെത്തി. അല്ലാതെ അത് എവിടെയാണ് ചെന്നെത്തേണ്ടത്? യുദ്ധങ്ങളിലോ, കൊലപാതകങ്ങളിലോ, സുപ്രീം കോടതിന്റെ തിണ്ണകളിലോ? എവിടെ ചെന്നെത്തണം? പുനരൈക്യത്തിൽ തന്നെയാണ് അത് ചെന്നെത്തേണ്ടത്. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയും ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന വിശുദ്ധിയുടെ തലങ്ങളും നമ്മളെ സ്പർശിക്കുകയും ആ സ്പർശം ഒരു ലോകത്തിന് മുഴുവൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. അത് മ്ലേച്ഛതകൾ നിറഞ്ഞ, പാപം നിറഞ്ഞ, വിശുദ്ധിയും വെടുപ്പുമില്ല എന്ന് തോന്നിക്കുന്ന, തകർന്ന, തളർത്തുന്ന, നിസ്സഹായരാക്കുന്ന ജീവിത സാഹചര്യങ്ങളെ ദൈവത്തെ അറിയാനും സമ്പാദിക്കാനുമുള്ള സോപാനങ്ങളാക്കി മാറ്റുന്ന ഒരു മാർഗമാണ്, ഒരു മാർഗരേഖയാണ്. ഞാനിവിടെ നിർത്തുന്നു. ആമുഖത്തിന്റെ 2ാം ഭാഗത്ത് ഇവാനിയൻ വഴി ഉരുതിരിയുന്ന ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ആ പശ്ചാത്തലത്തിൽ നിന്ന് ഉളവാകുന്ന ആത്മീയ സംഘർഷങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നതായിരിക്കാം. താങ്ക് യു.